പ്രേമം സിനിമയിൽ ഒരു രംഗമുണ്ട്. നമ്മുടെ നായകനും കൂട്ടരും ജൂനിയറായ രണ്ട് പെൺകുട്ടികളെ റാഗ് ചെയ്യാൻ പിടിച്ചു നിർത്തുന്നു. അവരോട് ഡാൻസ് കളിക്കാൻ പറയുന്നു. അപ്പോൾ അവിടേക്ക് നായികയായ മലർ മിസ് എത്തുന്നു. മലർ അവിടുത്തെ ഗസ്റ്റ് ലെക്ചർ ആണെന്നറിഞ്ഞ ആ പെൺകുട്ടികൾ അതിനെക്കുറിച്ച്, ഈ റാഗിങ്ങിനെ കുറിച്ച് ടീച്ചറിനോട് പരാതിപ്പെടുന്നു. ഇത് കേട്ട് ടീച്ചർ പറയുന്നത്, നിങ്ങൾ പെൺകുട്ടികൾ പിന്നീട് രാത്രിയിലൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ധൈര്യം കിട്ടാൻ ഇത്തരം ചില ചെറിയ റാഗിങ്ങുകൾ നല്ലതാണ് എന്നാണ്. ഇതിപ്പോ ഒരു സിനിമയിലെ രംഗമാണ്, അതിനി ഒരു റിയൽ രംഗമാണെന്ന് കരുതി നോക്കൂ. ഡാൻസ് കളിക്കാൻ പറഞ്ഞതിന് രണ്ട് പെൺകുട്ടികൾ ടീച്ചറിനോട് റാഗിംഗ് എന്ന രീതിയിൽ പരാതിപ്പെടുന്നു. ടീച്ചർ അത് നിസാരമാക്കി കളയുന്നു. അവിടുന്ന് അങ്ങോട്ട് അതെങ്ങനെ വേണേലും പോകാം. ഒന്ന്, സീനിയേഴ്സ് ശുദ്ധന്മാരാണ്, അവർ ഇത് മറക്കുന്നു, എല്ലാം ശുഭം. രണ്ട്, സീനിയേഴ്സിന്റെ ഈഗോ ഹേർട്ടാകുന്നു. പരാതിപ്പെട്ട പെൺകുട്ടികളെ ക്രൂരമായി റാഗ് ചെയ്യുന്നു. പെൺകുട്ടികൾ വീണ്ടും പരാതിപ്പെടാൻ പേടിക്കുന്നു, കാരണം ടീച്ചറിന്റെ സമീപനം നേരത്തെ പോസിറ്റീവ് ആയിരുന്നില്ലല്ലോ. മൂന്ന്, പെൺകുട്ടികൾ ആ ട്രോമയുമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്നു, അതുമല്ലെങ്കിൽ പീഡനത്തിനിടെ മരിക്കുന്നു. ഇനി ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയാം. നിങ്ങളിൽ ചിലരെങ്കിലും ഇത് കേട്ട് കാണും. സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് എന്നാണ് അതിന്റെ പേര്. കുറെ കോളേജ് വിദ്യാർത്ഥികളെ ഒരു പ്രിസൺ സെറ്റപ്പിലേക്ക് ഒരു പരീക്ഷണത്തിന് ക്ഷണിച്ചു. മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയ ആളുകളെയാണ് ക്ഷണിച്ചത്. അവരിൽ ചിലർക്ക് പ്രിസൺ ഗാർഡ്സിന്റെ വേഷവും ചിലർക്ക് പ്രിസണേഴ്സിന്റെ വേഷവും കൊടുത്തു. വെറും റോൾ പ്ലേ. പക്ഷെ 6ാം ദിവസമായപ്പോൾ ആ എക്സ്പെരിമെന്റ് നിർത്തേണ്ടി വന്നു. കാരണം പ്രിസൺ ഗാർഡ്സിന്റെ പ്രിസണേഴ്സിനോടുള്ള പെരുമാറ്റം മോശമായിരുന്നു. അത് പ്രിസണേഴ്സായി വന്നവരിൽ മാനസികാഘാതം സൃഷ്ടിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക സെറ്റപ്പിൽ കുറച്ച് വ്യക്തികൾക്ക് പവർ കിട്ടുമ്പോൾ അതില്ലാത്തവരോട് അവർ എങ്ങനെയാകും പെരുമാറുക എന്നതിന്റെ ഉദാഹരണമാണ് ഈ എക്സ്പെരിമെന്റ്. പൊതുവെ നല്ലവരായ ആളുകൾ കൂടി ഒരു ഇമാജിനറി പവർ അവർക്ക് കിട്ടുമ്പോൾ ഏറ്റവും ഈവിളായി പെരുമാറുന്നത് ആ എക്സ്പെരിമെന്റിൽ കണ്ടു. സീനിയേഴ്സ് എന്നത് ഒരു പവർ പൊസിഷൻ ആണെന്ന് വിദ്യാർത്ഥികൾ കരുതുകയും അധ്യാപകർ മലർ മിസ്സിനെ പോലെ അത് ശരിവെച്ച് നിങ്ങൾ സ്ട്രോങ് ആകാൻ വേണ്ടിയല്ലേ റാഗിംഗ് നല്ലതാണെന്ന് അനുവാദം കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ പവർ പൊസിഷൻ അവർ പലതരത്തിലായിരിക്കും ഉപയോഗിക്കുക. പ്രിസൺ ഗാർഡ്സ് പ്രിസണേഴ്സിനെ മര്യാദ പഠിപ്പിക്കാൻ ക്രൂരത കാണിക്കുന്നത് പോലെ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ മര്യാദ പഠിപ്പിക്കാൻ സ്ട്രോങ് ആക്കാൻ എന്ന പേരിൽ ക്രൂരത കാണിക്കും. റാഗിംഗ് അത് മൈൽഡ് റാഗിംഗ് ആണെങ്കിലും സീവിയർ റാഗിംഗ് ആണെങ്കിലും അതിനോട് നോ പറയേണ്ടത് തന്നെയാണ്. കാരണം റാഗിംഗ് മൂലമുള്ള മരണം, ട്രോമയൊക്കെ അത് വർഷത്തിൽ 1, 2, 5, 10 ആണെങ്കിലും ഒഴിവാക്കപ്പെടാൻ കഴിയുന്ന ഒന്നാണ് എന്നത് തന്നെ. കേരളത്തിൽ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 2 റാഗിംഗ് കേസുകൾ നമ്മൾ കണ്ടു. ഒന്ന് സ്കൂളിലും ഒന്ന് കോളേജിലും. സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. പുറത്തറിഞ്ഞിരുന്നില്ലെങ്കിൽ കോളേജിലെ റാഗിംഗിലും അങ്ങനെ പലതും നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. റാഗിംഗ് എന്ന സംഭവത്തോട് പണ്ട് മുതലേ നമുക്കൊരു മൃദു സമീപനമാണ്. ആരെങ്കിലും മരിക്കുമ്പോൾ, ആരെങ്കിലും ക്രൂരമായി ഉപദ്രവിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അതിനെതിരെ ഒരു നെഗറ്റീവ് സമീപനം വരാറുള്ളൂ. മൈൽഡ് റാഗിംഗ് നല്ലതാണ്, അത് ജൂനിയർ സീനിയർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും എന്നുവരെ കരുതുന്നവരാണ് നമ്മളിൽ പലരും. അതുപോലെ ഈ ലോകം വളരെ ക്രൂരമാണ്. അതുകൊണ്ട് ആ ലോകത്തെ നേരിടുന്നതിന് മുമ്പ് കോളേജിൽ കുറച്ച് റാഗിങ്ങിലൂടെയൊക്കെ കടന്നു പോകുന്നത് നല്ലതാണ്. അത് നമ്മളെ ടഫാക്കുമെന്നും നമ്മൾ കരുതുന്നു. നമ്മളെ അങ്ങനെ ഈ ലോകം നേരിടാൻ റാഗിങ്ങിലൂടെ സജ്ജമാക്കുന്ന സീനിയർ ചേട്ടന്മാരോടും ചേച്ചിമാരോടും നമുക്കെന്നും കൃതാർത്ഥത വേണമെന്ന രീതിയിൽ കരുതുന്നവരും അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. അതുപോലെ തനിക്ക് നേരിടുന്ന റാഗിങ്ങിന്റെ പേരിൽ പരാതിപ്പെടുന്നത് മോശമാണെന്നും താനൊരു സ്നോഫ്ലേക്ക് ആണെന്ന് മറ്റുള്ളവർ കരുതുമെന്നും വിശ്വസിക്കുന്ന കുട്ടികളുണ്ട്. പൊതുവെ ആൺകുട്ടികളാണ് ഈ ഒരു ചിന്തയ്ക്ക് കൂടുതൽ ഇരകളാവുന്നത്. കാരണം വളർന്നു വരുന്ന ആ കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്ക് ഞങ്ങൾ ശക്തരാണ്, അമ്മ കുട്ടികളല്ല, സ്നോഫ്ലേക്ക് അല്ല എന്നൊക്കെ ബോധിപ്പിക്കാനുള്ള ഒരു ത്വര ഉണ്ടാകും. റാഗിംഗ് അനുഭവിച്ചാലും അത് ആരോടും പറയാതെ നേരിട്ട് ഒടുവിൽ സീനിയേഴ്സായി കമ്പനി ആകുന്നതാണ് ആണത്വം എന്ന് കരുതുന്ന കൗമാരക്കാർ ഇത് ആരോടും പറയാതെ സഹിക്കും. ഇനി വേട്ടക്കാരുടെ മനോനിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുതരം ആധിപത്യം സ്ഥാപിക്കലാണ് ഈ റാഗിംഗ് കൊണ്ടുള്ള അവരുടെ ഉദ്ദേശം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും തരത്തിൽ ഡോമിനേറ്റ് ചെയ്തു നിൽക്കാൻ ഒരുവിധം ആളുകൾക്കും ആഗ്രഹമുണ്ടാകും. കോളേജിൽ സീനിയേഴ്സിന് അങ്ങനെ ആധിപത്യം സ്ഥാപിക്കാനുള്ള വഴിയാണ് റാഗിംഗ്. റാഗിംഗ് പലപ്പോഴും കൂട്ടമായാണ് ചെയ്യുക. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവർക്ക് മുന്നിലെത്തുന്ന ചിലരെ ഒന്നൊന്നായി ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു. ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവുക എന്ന ഗോത്രബോധവും ഇതിന് പുറകിലുണ്ട്. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊന്നുണ്ട്. റാഗിംഗ് എന്ന പ്രക്രിയ പലപ്പോഴും റാൻഡമായി നടക്കുന്ന ഒന്നല്ല. ജാതി, സാമ്പത്തിക സാമൂഹിക ശ്രേണിയിൽ എവിടെ വരുന്നു, നിറം, രൂപം ഇതൊക്കെ നോക്കി ഇരയെ കണ്ടെത്തി ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണ് പലപ്പോഴും റാഗിംഗ്. മൈൽഡ് റാഗിംഗ് അഥവാ പാട്ട് പാടിപ്പിക്കൽ, ഡാൻസ് കളിപ്പിക്കൽ തുടങ്ങിയ പരിപാടികൾ അനുഭവിച്ചവരിൽ പലരും പിന്നീട് അതിനെക്കുറിച്ച് വലിയ പരാതി പറയാത്തവരാണ്. അതൊരു രസമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ റാഗിംഗ് നല്ലതാണ് എന്നൊരു ചിന്ത വെച്ച് പുലർത്താനും സാധ്യതയുണ്ട്. സിവിയർ റാഗിങ്ങിന് വിക്ടിംസ് ആയ പലരും പിന്നീട് ജൂനിയേഴ്സിനെ ഇത്തരത്തിൽ റാഗ് ചെയ്ത് പ്രതികാരം ചെയ്യുന്നവരായി മാറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സംഭവിച്ച ട്രോമയെക്കുറിച്ചൊന്നും പറയാൻ അവരിൽ പലരും തയ്യാറാകില്ല. ഇക്കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് വാർത്തയായപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. കുറെ പേർ പറയുന്നത് ആ അനുഭവിച്ച കുട്ടിയുടെ സ്ഥാനത്ത് എന്റെ കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ, അങ്ങനെ ചെയ്തേനെ എന്നാണ്. എല്ലാവരും ആ അനുഭവിച്ച കുട്ടികളുടെ സ്ഥാനത്ത് തങ്ങളുടെ കുട്ടികളെ പ്ലേസ് ചെയ്ത് നോക്കി ഈ സംഭവത്തോട് എംപതൈസ് ചെയ്യുന്നു. എന്നാൽ കുട്ടികളുടെ ദേഹത്ത് കോമ്പസ് കൊണ്ട് കുത്തിക്കീറി മുറിവിൽ ലോഷൻ ഒഴിച്ച, അവരുടെ സ്വകാര്യ ഭാഗത്ത് ഡംബൽ കെട്ടിത്തൂക്കിയ ആ കുട്ടികൾ അവർ എന്റെ കുട്ടികളായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ച് അവരെ എന്ത് ചെയ്തേനെ എന്ന് ആലോചിക്കുന്ന ആരെയും കണ്ടില്ല. അങ്ങനെയും സംഭവിക്കാമല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അവർ വിദ്യാർത്ഥികളല്ലേ, അവരുടെ ഭാവി പോകില്ലേ, അവരെ
അവരെ എങ്ങനെയെങ്കിലും എക്സാം എഴുതാൻ സമ്മതിക്കണം, ഇനി അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ പതിവ് പോലെ ന്യായീകരിക്കുകയായിരിക്കുമോ അപ്പോൾ നമ്മളും. സിവിയർ റാഗിങ്ങിന് ഇരയായ വ്യക്തികൾ പലപ്പോഴും ആ മെന്റൽ ട്രോമ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുമ്പോൾ അത് ചെയ്തവർ പലപ്പോഴും അതെല്ലാം മറന്ന് ഒന്നും സംഭവിക്കാതെ സാധാരണ പോലെ ജീവിക്കാറാണ് പതിവ്. തെറ്റ് ചെയ്തവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല, മറിച്ച് അനുഭവിച്ചവർ എന്നും അതിന്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു റിസൾട്ട് കൂടി ഈ പറയുന്ന റാഗിംഗ് എന്ന സംഭവത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് മൈൽഡ് റാഗിംഗ് ആയാലും അതിന് പരാതി പറയുമ്പോൾ അതിനെ നിസാരവൽക്കരിക്കാൻ ഏത് മലർമിസ് വന്നാലും ചെവി കൊടുക്കരുത്, നിശബ്ദരാവരുത്. പൊതുവെ പ്രൊഫഷണൽ കോളേജിൽ റാഗിംഗ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ബ്രൂട്ടലായ റാഗിംഗ് ഉണ്ടാകാറുണ്ട്. പഠനകാലത്ത് സ്ട്രെസ്സും ഒപ്പം പ്രൊഫഷണൽ കോളേജ് എന്ന അഹങ്കാരവും ഇതിന് കാരണമായിരിക്കും. മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുന്നവരിൽ റാഗിംഗ് കൂടുന്നതൊക്കെ ഒരുപക്ഷെ ഈ അഹങ്കാരം കാരണമായിരിക്കും. അതുപോലെ റിസർവേഷനിൽ വരുന്നവരോടുള്ള പുച്ഛവും റാഗിംഗിന് കാരണമാകാറുണ്ട്. മഹാരാഷ്ട്രയിൽ പായൽ എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ഇതിനുദാഹരണമാണ്. സീനിയേഴ്സ് ജാതി പറഞ്ഞ് ഹരാസ് ചെയ്തു എന്നതാണ് കേസ്. സെക്കൻഡ് ഇയർ റെസിഡന്റ് ഡോക്ടറായിരുന്നു പായൽ. നിറത്തിന്റെ കാരണം പറഞ്ഞ് ബുള്ളി ചെയ്തത് നമ്മുടെ സ്വന്തം കേരളത്തിലാണല്ലോ. സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അവന്റെ കൂടെ പഠിച്ചവർ നിറത്തിന്റെ പേരിൽ അവനെ കളിയാക്കുന്ന മെസ്സേജസ് നമ്മൾ കണ്ടിരുന്നു. റാഗിങ്ങിനോട് സീറോ ടോളറൻസ് എന്നത് തന്നെയാണ് വേണ്ടത്. ഒരു വ്യക്തിയും തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മറ്റേയാൾ സീനിയർ ആണ് എന്നതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റാഗിങ്ങിൽ ഏർപ്പെടുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷയും ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളിൽ പലരും സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഹാംലെസ് ആണെന്ന് തോന്നുന്ന മൈൽഡ് റാഗിംഗ് ഒക്കെ ചെയ്തു കാണും. അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ റാഗിങ്ങിനെ ന്യായീകരിക്കണം എന്ന് തോന്നുന്നവരും ഉണ്ടാകും. എന്നാൽ അങ്ങനെയല്ല. അന്നായാലും ചെയ്തത് തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ തോന്നിയാൽ അത് തന്നെയാണ് നല്ലത്. റാഗിങ്ങിനെ ഒരു തരത്തിലും ന്യായീകരിക്കേണ്ടി വരരുത് നമ്മൾക്ക്. അപ്പൊ എന്താണ് ഇങ്ങനെ ക്രൂരമായി റാഗിംഗ് ചെയ്യുന്നവരുടെ മനോനിലയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.